എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിലുള്ള യേശുക്രിസ്തുവിന്റെ നിറസാന്നിധ്യം ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. മനുഷ്യനിർമ്മിതമായ ഗോതമ്പ് അപ്പവും മുന്തിരിച്ചാറും അഭിഷിക്തന്റെ ശുശ്രൂഷകളാൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായി മാറുന്ന പ്രക്രിയയ്ക്ക് തുലനം ചെയ്യാൻ മറ്റൊരു അത്ഭുതം ഈ ലോകത്തിൽ ഇല്ല. ഓരോ വിശുദ്ധ കുർബാനയിലും ഈ അത്ഭുതം സംഭവിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം ദിവ്യകാരണ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. മനുഷ്യനേത്രങ്ങളെ സ്തബ്ധമാക്കുന്ന ഈ ദിവ്യകാരണ അത്ഭുതങ്ങൾ അനേകം അവിശ്വാസികളെയും അന്യമതസ്ഥരെയും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിരുന്നാലും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായ യേശുവിനെ ആഴമായി വിശ്വസിക്കാത്ത അനേകരുണ്ട് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഓരോ ദിവ്യകാരണ അത്ഭുതങ്ങളെയും ശാസ്ത്രീയപരമായ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കിയാണ് അംഗീകരിക്കുന്നതെങ്കിലും ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളായി രൂപപ്പെടുന്നുണ്ടെന്ന സത്യം സഭ അതിൻ്റെ പാരമ്പര്യത്തോട് ചേർത്ത് മുറുകെ പിടിക്കുന്നു. മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നൂറുകണക്കിന് ദിവ്യകാരണ അത്ഭുതങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. ഈ നാളുകളിൽ നമ്മുടെ അതിരൂപതയായ തലശ്ശേരി രൂപതയിലെ കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ ഇടവകയിൽ വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം കാണപ്പെട്ട അത്ഭുതം ഇതുപോലെ ദൈവം അനുവദിച്ച ഒരു അത്ഭുതമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ ദിവ്യകാരണ അത്ഭുതമായ ഈ സംഭവത്തെ സ്ഥിരീകരിക്കുവാനായി ഇത് നടന്നതിന് ശേഷം വത്തിക്കാൻ 13 വർഷം എടുത്തു എന്നത് തന്നെ ഈ അത്ഭുതത്തിന്റെ ആധികാരികതയെ ചൂണ്ടിക്കാണിക്കുന്നു. സവിശേഷ പഠനങ്ങളും ശാസ്ത്രീയമായ പരീക്ഷണങ്ങളുമെല്ലാം നടത്തിയ ശേഷം ഈ അത്ഭുതത്തിൽ സത്യവിശ്വാസത്തെ പോഷിപ്പിക്കുവാൻ ഉതകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളുവെന്നും വിശ്വാസ വിരുദ്ധമായത് ഒന്നുമില്ല എന്നും കണ്ടെത്തിയ പഠനത്തിന്റെ വെളിച്ചത്തിലാണ് വിശ്വാസ തിരുസംഘത്തിന്റെ കാര്യാലയം വിളക്കന്നൂരിലെ ഈ അത്ഭുതം സ്ഥിരീകരിച്ചത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 13 വർഷത്തിന് ശേഷവും ഇന്നും ആ തിരുവോസ്തി അപ്രകാരം തന്നെ ആയിരിക്കുന്നു. തലശ്ശേരി രൂപതാംഗമായ ബഹുമാനപ്പെട്ട തോമസ് പതിയിലച്ചൻ വിശുദ്ധ ബലി അർപ്പിച്ച വേളയിലാണ് തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്നത്. ആ അച്ഛൻ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഈ സംഭവത്തിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് വിളക്കന്നൂരിന് തൊട്ടടുത്ത ടൗണായ കരുവഞ്ചാൽ എന്ന സ്ഥലത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മറുതലിച്ചു പോവുകയും സ്വന്തം ശൈലിയിൽ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി വിശുദ്ധ കുർബാനയെ അങ്ങേയറ്റം അവഹേളിച്ച് സംസാരിച്ചു. ഈ സംഭവം നടന്നതിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചത്. ക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ട് അതിന് തൊട്ടടുത്തുള്ള പള്ളി എന്ന നിലയിൽ ക്രിസ്തുരാജന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ തന്നെ ഈ അത്ഭുതം കാണിച്ചുകൊണ്ട് കർത്താവ് വിശുദ്ധ കുർബാന എന്താണ് എന്ന് എല്ലാവർക്കും ബോധ്യമാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതെ, ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നും സഭയിൽ തുടരുന്നുണ്ട്. അവയെ ഉൾക്കൊള്ളുവാൻ തക്കവിധം ആഴമേറിയ വിശ്വാസവും ഹൃദയവിശാലതയും നമുക്ക് വേണമെന്ന് മാത്രം. വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ ആഴമേറിയ പരമ്പരാഗതമായ വിശ്വാസത്തെ ഈ അസാധാരണ സംഭവം കൂടുതൽ സാധൂകരിക്കുകയും ആഴപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും ഈ മഹാത്ഭുതം സംഭവിക്കുന്നുണ്ട്. ക്രിസ്തു പറഞ്ഞ വചനങ്ങളെ ഉൾക്കൊണ്ടും കാണിച്ചു തന്ന അത്ഭുതങ്ങളെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഉണർവുള്ള മനസ്സും ജ്വലിക്കുന്ന ഹൃദയവുമായി നമുക്ക് ജീവിക്കാം. വിശുദ്ധ കുർബാനയെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം, നമ്മുടെ നെഞ്ചോട് ജീവിതത്തോട് ചേർക്കാം. വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിലും ഭക്തിയിലും നമുക്ക് കൂടുതൽ ആഴപ്പെടാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.